ഹായ് ഹലോ. ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് ചോന്നകുട്ടനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോന്നകുട്ടൻ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ അതിനെ എന്തൊക്കെ പറയാമെന്നറിയില്ല. പക്ഷെ അതിനെ ചെമ്പല്ലി, മഞ്ഞക്കോര, പുയ്യാപ്പിളക്കുട്ടൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് ഈ മീൻ. അപ്പം നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കി കറിയല്ല ഫ്രൈ ചെയ്യാൻ പോവാണ്. ഈ മീൻ എല്ലാവർക്കും നന്നാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ കത്രിക, കത്തി എന്നിവ കൊണ്ടൊക്കെയാണ് ഇത് വൃത്തിയാക്കുന്നത്. കാരണം ഇതിന് നല്ല ചെതമ്പലുണ്ട്, അതുപോലെ സൈഡിലും ഒക്കെ നല്ല മുള്ളൊക്കെ ഉള്ളത് കൊണ്ട് രണ്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. കത്തി കൊണ്ടും ഉപയോഗിച്ച് നുറുക്കാം, കത്രിക കൊണ്ടും ഉപയോഗിച്ച് നുറുക്കാം. എങ്ങനെ വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ എന്താ പറയുക, സേഫ്റ്റി, അതുപോലെ നമുക്ക് പെട്ടെന്ന് കഴിയാനുള്ള എങ്ങനെയാണോ അതുപോലെയൊക്കെയാണല്ലോ നമ്മൾ നുറുക്കുക. അപ്പം അത് വൃത്തിയാക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. ചെതമ്പലൊക്കെ കളഞ്ഞു. ചെതമ്പൽ നന്നായിട്ട് കളയണം കേട്ടോ. ഇതിൻ്റെ ചെതമ്പൽ പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് പോരും. അങ്ങനെ അത് വൃത്തിയാക്കി കഴിഞ്ഞു, കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ കാക്ക വന്നിരുന്നിട്ടുണ്ട് മീനിൻ്റെ ബാക്കി കളയുന്ന ഭാഗങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൂച്ചയും കൂടി വന്നപ്പോൾ ഞാൻ ആ പൂച്ചകൾക്കും കൂടി ഇട്ട് കൊടുത്തു. സ്ഥിരം പൂച്ചകളാണ് കേട്ടോ. കാക്കയും പൂച്ചകളൊക്കെ അങ്ങനെ വരും മീൻ നന്നാക്കുമ്പോൾ. എനിക്ക് അവർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മേത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മീൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് വരഞ്ഞു കൊടുത്തു. നമ്മൾ ഫ്രൈ ആണല്ലോ ഉണ്ടാക്കാൻ പോണത്. രണ്ട് സൈഡിലും നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം. എന്നാലാണ് അതിന് ഉള്ളിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാലക്കൂട്ട് പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒന്ന് അടുപ്പിച്ച് വരഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ ഉള്ളിൽ കിട്ടണം. അപ്പം ഞാൻ വരഞ്ഞതിന് ശേഷം ഞാൻ വൃത്തിയായിട്ട് ഒരു 2 പ്രാവശ്യം കൂടി കഴുകുന്നുണ്ട്. നമ്മൾ കഴുകിയതിൻ്റെ കൂടെ വരഞ്ഞതിന് ശേഷവും കഴുകി വെക്കണം. അതുപോലെ ഞാനിതാ കഴുകി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. വെള്ളം ഇല്ലാതെ മാറ്റി വെക്കണം. ഞാനിതിൽ എല്ലാ മീനും എടുത്തിട്ടില്ല. എനിക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള മീനുകൾ മാത്രമേ ഇതിൽ വരഞ്ഞു വെച്ചിട്ടുള്ളൂ. നമുക്കിതിന് തയ്യാറാക്കേണ്ട കൂട്ടുകൾ പരിചയപ്പെടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില, ചുവന്നുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകളും നമ്മൾ മിക്സിയിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ മിക്സിയിൽ അരച്ചിട്ടും ചേർക്കാം, ചതച്ചിട്ടും ചേർക്കാവുന്നതാണ് ഈ കൂട്ടുകൾ. ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാതും അതിൽ ചേർത്തു, മിക്സിയിൽ ചേർത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഇതെല്ലാം എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കറക്കലും നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ പരുവം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന മീനിൻ്റെ കൂട്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീനുകൾ ഓരോന്നായി അതിലേക്ക് മിക്സ് ചെയ്യാണ്. എല്ലാ വരകളിലും പിടിക്കുന്ന രീതിയിൽ തന്നെ അതെല്ലാം ഓരോന്നോരോന്നായി ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം എല്ലാത്തിലേക്കും ഒരുപോലെ എത്തും. അതിനുശേഷം എല്ലാതും കൂടിയിട്ട് കൂട്ടി കുഴച്ച് വയ്ക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ എല്ലാ മീനിലും ആ ഒരു കൂട്ട് എല്ലാതും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ഒരു 10-15 അതിന് കൂടുതൽ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ മസാലക്കൂട്ടും പിടിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് മീൻ വറക്കാൻ പോവാണ്. കുറേ മീനുകൾ വറുത്തും പൊരിച്ചും ഞങ്ങളുടെ ചട്ടിയൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നു. സാരമില്ല. ആദ്യം നമ്മൾ വേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് 4 മീനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു മീൻ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് വേറെ വറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നു. കുറച്ച് സമയത്തിന് ശേഷം നല്ല മുരിഞ്ഞ് വന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മുരിഞ്ഞ മീൻ ഓരോന്നായി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. സാവധാനം എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളൊരു മീനാണിത്. അതുകൊണ്ട് നല്ല ദശയും കഴമ്പും ഒക്കെ ഉള്ള മീനാണ്, നല്ല രുചിയുള്ള മീനാണ്. അപ്പോൾ അതാ ചുവന്ന കുട്ടൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. സബോളയും വേപ്പിലയും വെച്ച അലങ്കാര പാത്രത്തിൽ നമ്മുടെ ചുവന്ന കുട്ടന്മാർ ഫ്രൈ ആയിരിക്കുകയാണ്. കുറച്ച് ചോറെടുത്ത് കഴിച്ചാലോ നമുക്ക്.
അടിപൊളി ചുവന്ന കുട്ട ഫ്രൈ ഉണ്ട്.